ചോരയിൽ കുളിച്ച് പ്രസവിച്ച് ഏതാനും നിമിഷം മാത്രമുള്ള ഒരു സിംഹക്കുട്ടി, തൊട്ടരികിൽ മരിച്ചു കിടക്കുന്ന അമ്മ സിംഹം. ആടുകളെ മേയ്ക്കാനായി കാട്ടിലേക്ക് ചെന്ന ഒരു ആട്ടിടയൻ കണ്ട കാഴ്ചയാണിത്. പ്രസവത്തോടെ അമ്മ മരിച്ച ആ കുഞ്ഞിനെ ആ കാട്ടിൽ ഉപേക്ഷിച്ച് പോന്നാൽ ആ കാടിനെ അതിജീവിക്കാനുള്ള ശേഷി ആ കുഞ്ഞിനില്ലെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. തിരികെ വീട്ടിലേക്ക് പോരുമ്പോൾ അയാൾ ആ കുഞ്ഞിനെയും ആട്ടിൻകൂട്ടത്തോടൊപ്പം കൂട്ടി. അവൻ വളർന്നു ആടുകളോടൊപ്പം. പുല്ലും പച്ചിലയും തിന്ന് അവരിൽ ഒരാളായി. അവൻ്റെ കൺകളിൽ അവനും ഒരു ആടായിരുന്നു. കാലം അങ്ങനെ കടന്നുപോയി. അവൻ ലക്ഷണമൊത്ത ഒരു മഹാസിംഹമായി മാറി. അങ്ങനെയിരിക്കെ ഇരതേടി വന്ന വൃദ്ധനായൊരു സിംഹം ആട്ടിൻകൂട്ടത്തെ കാണാനിടയായി. തൻ്റെ സർവശക്തിയും എടുത്ത് ആടുകളെ സിംഹം ആക്രമിച്ചു. ആടുകൾ പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ വൃദ്ധനായ സിംഹം നിന്നു. വൃദ്ധനായ സിംഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതാ ആട്ടിൻകൂട്ടത്തോടൊപ്പം ഭയന്നോടുന്നു അത്രമേൽ ഭീകരനായ ഒരു സിംഹം. ആടുകളെ ഉപേക്ഷിച്ച് വൃദ്ധനായ സിംഹം ഈ സിംഹത്തെ പിടികൂടി. എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരാടാണ്, സിംഹം കരഞ്ഞുകൊണ്ട് വൃദ്ധനായ സിംഹത്തിനോട് പറഞ്ഞു. ഈ സിംഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ വൃദ്ധനായ സിംഹത്തിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ ആ യുവസിംഹത്തെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ ആ വൃദ്ധനായ സിംഹം തയ്യാറായിരുന്നില്ല. അവനെയും വലിച്ചുകൊണ്ട് നേരെ ഒരു പുഴയുടെ അരികിലേക്ക് സിംഹം ചെന്നു. ശാന്തമായ പുഴ, കണ്ണാടി പോലെ തെളിഞ്ഞ ജലം. കണ്ണീരണിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന യുവസിംഹത്തിനോട് വൃദ്ധനായ സിംഹം പറഞ്ഞു, നീ ആദ്യം എന്നെ നോക്കുക, അതിനുശേഷം പുഴയിലെ ജലത്തിലേക്ക് നോക്കുക. അനുസരിച്ചില്ലെങ്കിൽ വൃദ്ധനായ സിംഹം തന്നെ കൊന്നാലോ എന്ന ഭയത്തിൽ അവൻ പതിയെ പുഴയുടെ അരികിലെത്തി. പതിയെ കണ്ണാടി പോലെ തെളിഞ്ഞ ആ ജലത്തിലേക്ക് അവൻ എത്തിച്ചു നോക്കി. തൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനായില്ല. തിരിച്ചറിവിൻ്റെ നിമിഷങ്ങൾ. താനൊരാടല്ല, സിംഹമാണ്. അടുത്ത നിമിഷം അവനിൽ നിന്നൊരു ഗർജനം പുറപ്പെട്ടു. 8 ദിക്കുകൾ പൊട്ടുമാറുച്ചത്തിൽ അവൻ്റെ ആദ്യ ഗർജനം. ആ വനമാകെ ഒന്ന് വിറച്ചു. എങ്ങും നിശബ്ദത. താനൊരു ആടാണ് എന്നത് മനസ്സിൻ്റെ മിഥ്യാധാരണ മാത്രമായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി. തൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ ആ നിമിഷം അവൻ പുതിയൊരു പിറവിയെടുക്കുകയായിരുന്നു. ഈ കഥയിലെ ആട്ടിൻകൂട്ടങ്ങൾക്കിടയിലെ സിംഹം നമ്മളിൽ പലരുമാണ്. നിങ്ങളുടെ ഉള്ളിലും ഒരു സിംഹമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ്. സീറോ വാല്യൂ തന്ന് മാറ്റി നിർത്തിയവർക്ക് മുന്നിൽ, ഒറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ, ചവിട്ടിത്താഴ്ത്തിയവർക്ക് മുന്നിൽ, ഉണങ്ങാത്ത മുറിവുകൾ മനസ്സിലേൽപ്പിച്ചവർക്ക് മുന്നിൽ വാക്കുകൾ കൊണ്ട് കൊട്ടിഘോഷിക്കാതെ പ്രവർത്തികൾ കൊണ്ട് കാണിച്ചു കൊടുക്കണം. ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന്. തോൽപ്പിക്കാൻ ചുറ്റും ഒരുപാട് പേരുണ്ടാവും. തോൽക്കാൻ മനസ്സില്ലാത്തിടത്തോളം തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല.